സുഹൃത്തുക്കളെ, അമ്മാൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പറപ്പൂക്കരയ്ക്കടുത്ത് കോന്തുലം പാടം എന്ന് പറഞ്ഞ പാടത്താണ്. ഞാൻ അവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പുതുമഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ബഹളമാണ്, നാടൻ മീനിൻ്റെ ബഹളം. കുറച്ച് മീൻ മേടിക്കുകയും ചെയ്യുക, ആ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇഷ്ടംപോലെ മീനും കിട്ടി, വളരെ വില കുറവാണ് അവിടെ. ഈ പാടത്ത് എത്ര മീൻ കിട്ടിയാലും, കൂടുതൽ മീൻ കിട്ടിയാലും കുറച്ച് മീൻ കിട്ടിയാലും ഒരേ രീതിയിൽ വളരെ വില കുറച്ച് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളെല്ലാവരും വന്ന് അവിടെ മേടിക്കുക. ഇനി എന്തായാലും ഒരാഴ്ചയും കൂടി അങ്ങനെ മീൻ അവിടെ പുതുമഴയുടെ മീൻ കിട്ടും. അപ്പോൾ ഓക്കെ. എന്നാൽ സുഹൃത്തെ പേരെന്താ? ആ, ഇത് ചെറുപ്പം മുതലേ മീൻപിടുത്തം തന്നെയായിരുന്നു. അതല്ലേ, എങ്ങനെയുണ്ട് മീൻപിടുത്തം? വഞ്ചിയൊക്കെ ഉണ്ട്. ആ, ഞങ്ങളൊരു ദിവസം വന്നാൽ ഞങ്ങളെ വഞ്ചിയിൽ കയറ്റി ഒന്ന് കൊണ്ടുപോവാം. ചേട്ടൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ? 29 ആനന്ദപുരം. നാടൻ മീനാണ്. നാടൻ മീൻ അല്ലേ? ഇത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിന് മീൻ പിടിക്കുക? വല വീശിയും കണ്ടാടി കെട്ടി മാത്രം പിടിക്കണ്ട? വീശിലില്ല അല്ലേ? സമയം കിട്ടണില്ല. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കിയാൽ പെടയ്ക്കുന്ന മീനാണ് ഇതൊക്കെ. കണ്ടോ, മീനൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ ഈ പാടത്തിന് എന്തെന്നാ പറയാ? കോന്തിപുലം. കോന്തുലം പാടല്ല, കോന്തിപുലം. അതെല്ലേ, മുരിയാട് കായലാണിത്. ഇത് കോന്തുലം. മുരിയാട് കായൽ ഇതിൻ്റെ അപ്പുറത്ത് മൊത്തം മുരിയാട് കായലാണ് അല്ലേ? എന്തായാലും ഞാനും മേടിച്ചു കുറച്ച് മീൻ. അത് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. കണ്ട സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് മേടിച്ച് കഴിക്കേണ്ടത്. നമ്മൾ കടൽ മീൻ നല്ലതാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മായം കലർന്ന മീനാണെന്നാണ് മറ്റുള്ളവരും പലരും പറയുന്നത് കേൾക്കുന്നത്. ഇതിൽ യാതൊരു മായവും ഇല്ല, ഒന്നുമില്ല. ശുദ്ധജലത്തിൽ സുഖമായി വളരുന്ന മത്സ്യങ്ങളാണിത്. ഞാൻ വാങ്ങിയ മീൻ പ്രേക്ഷകരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, പക്ഷെ അതൊക്കെ സഞ്ചിലായി പോയി. ഇനി അവിടെ ഇട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ ഈ സമയത്ത് ഒരു പ്രായോഗികമായി ബുദ്ധിമുട്ട്. കണ്ട, ഇത് ഒരു കിലോ മീനാണ് കേട്ടോ. ഇതുപോലെ ഒരു 6, 7, 8 സ്ഥലത്ത് ഓരോ ഇങ്ങനെ മീൻ വിൽക്കുന്നുണ്ട്. ഇത് പുതുമഴ വരുമ്പോഴാണ് ഇവിടെ ഇത്രയും മീൻ കിട്ടുള്ളൂ. ഇങ്ങോട്ട് അടുപ്പിച്ച് മൊബൈലുമ്പോൾ നോക്ക്. നല്ല മഴ ആരംഭിക്കുമ്പോൾ ഈ മീന് ഈ വെയിലത്ത് വെള്ളം ചൂടായി കിടന്നിരുന്ന കുളങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നും മീൻ അവർക്ക് വലിയൊരു സന്തോഷമാണ്. ചാടി മറിഞ്ഞ് വെള്ളം കുറഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് കയറും. പിന്നെ ഇതാണ് സുഹൃത്തുക്കളെ കോന്തുലം പാടം. ഈ പാടത്തിന് മൊത്തം പറയുന്നത് മുരിയാട് കായലെന്ന അതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പം അതിൻ്റെ ആ ഭാഗത്തിന് പറയുന്നതാണ് കോന്തിപുലം.
ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിന്നാൽ എങ്ങനെയാ മീൻ ഉണ്ടാവാതിരിക്കുക? ഇത് ബണ്ട് കെട്ടി കൃഷി ആവശ്യത്തിന് വെള്ളത്തിന് കയറ്റാനും ഇറക്കാനും വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ്. രണ്ട് സൈഡിൽ കൂടെ വണ്ടി പോവാം. ഈ സമയങ്ങളിൽ വളരെ കാണാനും സന്തോഷിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. കണ്ട കുറച്ചും കൂടി പള്ളിയിലേക്ക്. പിന്നെ ഈ സമയങ്ങളിൽ അവിടെ വന്ന് ചൂണ്ടയിടാനും കുഴപ്പമില്ല എന്നാണ് കേൾക്കുന്നത്.